ആന്തൂറിയം ഉദ്യാനം. ഒരു ചെറുകാറ്റങ്ങൻ വീശിപ്പോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ എന്ന ചങ്ങമ്പുഴ കവിത പോലെ സുന്ദരമാണ് ഈ പാലപ്പൂമരം. എപ്പോഴും പൂ പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. ഉന്മാദ ഗന്ധിയായ കാറ്റ് ഞങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ പൂക്കളെ തടയുന്ന ഒരു ഹരിത കമ്പളം ഈ ആന്തൂറി ഉദ്യാനത്തിന്റെ മുകളിലുണ്ട്. ഒറ്റപ്പൂക്കളെ പോലും അകത്തേക്ക് കടത്തിവിടില്ല. ഉദ്യാനത്തിലോ ഏതാണ്ട് 250ഓളം വരുന്ന ചെറു മൺചട്ടികളിലായി ആന്തൂറിയം പൂക്കൾ വിടർന്നു നിൽക്കും. എല്ലാത്തിനുമുണ്ട് ഒരു കഥ പറയാൻ. സ്വദേശിയായി വികസിപ്പിച്ചെടുത്തതും വിദേശിയായി വന്നതുമായ ധാരാളം ചെടികൾ. ഓരോ ചെടികളെയും കൃത്യമായി പരിപാലിക്കുന്നതിൽ രവീന്ദ്രൻ ഉഷ ദമ്പതികൾക്ക് പ്രത്യേക ശ്രദ്ധയുണ്ട്. പ്രത്യേകിച്ചും ആന്തൂറിയം പൂക്കൾ ശേഖരിക്കുവാൻ 2 ആഴ്ച കൂടുമ്പോൾ ഏജന്റുമാർ വരും. ആന്തൂറിയം പൂക്കൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ ശേഖരിക്കേണ്ട പൂക്കളാണ്. കാരണം അവ അലങ്കാരത്തിനുള്ളവയാണ്. അതുകൊണ്ട് തന്നെ മികച്ച വർണ്ണത്തിലും വിന്യാസത്തിലും അവയെ വളർത്തിയെടുക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ വേണം താൻ. അക്കാര്യങ്ങളെല്ലാം നെടിയത്ത് വീട്ടിൽ ഭംഗിയായി നോക്കുന്നുണ്ട്. പ്രത്യേകം ചട്ടികളിൽ യഥാർത്ഥത്തിൽ ആന്തൂറിയത്തിന്റെ ഒരു പൊട്ടിംഗ് മിശ്രിതം എന്ന രീതിയിൽ ചുടുകട്ടയും ഓട് കഷ്ണങ്ങൾ പൊട്ടിച്ചതും മരക്കരിയും തൊണ്ടും ഉണങ്ങിയ തൊണ്ടും ഒക്കെ ഇട്ട ഒരു മിശ്രിതം തയ്യാറാക്കിയ ശേഷമാണ് ഓരോ ചെടികളെയും പാകത്തിൽ നട്ടിരിക്കുന്നത്. കൃത്യമായ നന ആന്തൂറിയത്തോട്ടത്തിലുണ്ട്. വെയിൽ ആന്തൂറിയത്തിന് ഒരു ശത്രുവാണ് എന്ന് വേണമെങ്കിൽ പറയാം. 50% വെയിലിനെ മാത്രം കടത്തി വിടത്തക്ക രീതിയിൽ ഷെയ്ഡ് നെറ്റുകൾ ആകെ കുടവിരിച്ച് നിൽക്കുന്നുണ്ട്. ഭംഗിയായി ഒരുക്കിയ പാതകളിലൂടെ ആർക്കും നടക്കാം. വിവിധ ഇനങ്ങളുണ്ട്. വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ ആന്തൂറിയം ചെടികളിലുണ്ട്. ഇപ്പോൾ അക്രോപോളിക്സ് എന്ന പുഷ്പമാണ്, ആന്തൂറിയം പുഷ്പമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, പൂവിന്റെ തണ്ട് അതായത് സ്റ്റോക്ക് ഏകദേശം 1 അടിയോളം തന്നെ നീളത്തിൽ വളരെ ശ്രദ്ധാപൂർവമാണ് മുറിച്ചെടുക്കുന്നത്. പരമാവധി നീളത്തിൽ മുറിച്ചെടുക്കുന്നതിലാണ് മേന്മ. ആന്തൂറിയം പൂക്കളുടെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാവുന്നത്, ആന്തൂറിയ പൂക്കൾക്ക് ഒരു പുഷ്പദളം, ഒരു പൂപ്പാളി ഉണ്ട്. ഈ പൂപ്പാളിക്ക് മുകളിൽ ഒരു തിരിയുമുണ്ട്. ഈ തിരിയുടെ നീളം ഒരിക്കലും ഈ പൂപ്പാളിക്ക് അപ്പുറത്തേക്ക് കടക്കരുത് എന്നുള്ളതാണ് പൊതുവെയുള്ള ആന്തൂര്യത്തിന്റെ ഒരു സൗന്ദര്യശാസ്ത്രം. അക്രോപോളിക്സ് എന്ന പ്രശസ്തമായ ഇനം ക്യൂബൻ പാരമ്പര്യമുള്ള ഒരു ഇനം കൂടിയാണ്. നല്ല തിളങ്ങുന്ന രീതിയിൽ ഒരല്പം മഞ്ഞ കൂടി കലർന്ന ഒരു വെള്ളയാണ് അക്രോപോളിക്സിനുള്ളത്. അതിന്റെ തിരിക്കും ഏകദേശം ആനക്കൊമ്പിന്റെ നിറമുള്ള തിരിയാണ്. വളരെ ആകർഷകമായ പൂക്കൾ. പ്രത്യേകിച്ചും ആന്തൂറിയം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് ശോണിമ നിറഞ്ഞ ചോര ചുവപ്പൻ ഇനങ്ങളെയാണ്. അക്കൂട്ടത്തിൽ എന്തുകൊണ്ടും ഒരു വ്യത്യസ്തത സൃഷ്ടിക്കുവാൻ അക്രോപോളിക്സ് എന്ന ഇനത്തിന് കഴിയുന്നുണ്ട്. മാത്രവുമല്ല, ഇത് അലങ്കാര പൂക്കളായതുകൊണ്ട് തന്നെ വളരെ തീക്ഷ്ണമായ വർണ്ണ വ്യതിയാനം പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നതുകൊണ്ട് അവിടെയൊക്കെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏതൊരു പുഷ്പത്തിന്റെ കൂടെയും അലങ്കാരത്തിനായി ഉപയോഗിക്കാൻ കഴിയുന്ന അക്രോപോളിക്സ് വളരെ വിപണി പ്രാധാന്യമുള്ള ഒരു ഇനമാണ്. പൂക്കളുടെയും ചെടികളുടെയും എക്കാലത്തെയും വലിയ കൂട്ടുകാരനായ രവീന്ദ്രൻ മാഷ് നമ്മോടൊപ്പം അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു. നമസ്കാരം രവീന്ദ്രൻ. ഈ പ്രത്യേകിച്ച് വിവര സാങ്കേതിക വിദ്യയുടെ ഒരു രംഗത്ത് നിന്ന്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്ന് അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു വസന്തകാലം മുഴുവൻ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടാണ് അങ്ങ് ഈ പുഷ്പങ്ങളുടെ ലോകത്തേക്ക് വന്നു. ഇത് തമ്മിൽ പെട്ടെന്ന് കേട്ടാൽ പൊരുത്തപ്പെട്ടു പോകുന്ന ഒന്നല്ല. എന്താ അങ്ങനെ സംഭവിച്ചത്? 30 വർഷത്തോളം IT മേഖലയിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് വിരമിക്കാമെന്ന് വിചാരിച്ച് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ വിരമിച്ച് നമ്മുടെ നാട്ടിൻപുറത്തുള്ള വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഭാര്യയ്ക്ക് പുഷ്പങ്ങളിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ചെറിയ കളക്ഷൻസ് തുടങ്ങി. എറണാകുളത്ത് ഞാൻ ജോലി ചെയ്തിരുന്നപ്പോൾ തന്നെ ഞങ്ങളൊരു കളക്ഷൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓർക്കിഡിൻ്റെ. ഒരുപക്ഷെ ഇപ്പോൾ ഒരുവിധം നല്ലൊരു വ്യവസായമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്ത് തോന്നുന്നു? കുറേ പൂക്കളൊക്കെ വിൽക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഭാഗമായി ഞങ്ങൾക്ക് മാറിക്കഴിഞ്ഞു പൂക്കളും ചെടികളും. അതിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സന്തോഷം ആണ് പ്രധാനം. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഓർക്കിഡ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു വിദേശ രാജ്യത്തിന്റെ പുഷ്പങ്ങൾ എന്നൊരു ധാരണയാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഇത്രയധികം വിദേശ രാജ്യങ്ങളുടെ പുഷ്പങ്ങൾ, അതായത് 2 ഡസനോളം വരുന്ന വിവിധങ്ങളായ ഇനങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടി വലിയൊരു പരിശ്രമം ആവശ്യമാണ്. ഇത് ഓരോ സുഹൃത്തുക്കളുടെ അടുത്തു നിന്നും പിന്നെ ഓരോ നഴ്സറികളൊക്കെ ഉണ്ട് എറണാകുളത്തൊക്കെയുള്ള, അവിടെ നിന്നും ഒക്കെ കളക്ഷൻ ഞങ്ങൾ തുടങ്ങിയതാണ്. പിന്നെ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും എല്ലാം വെച്ചിട്ട് വിപുലീകരിച്ച് ആ കളക്ഷൻസ് വലുതാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന ഈ പൂക്കളുടെ ശേഖരം ഉണ്ടായത്.
ഇപ്പോൾ പ്രധാനമായിട്ടും ഓർക്കിഡും ആന്തൂറിയും. ഈ ഓർക്കിഡിൻ്റെ വിവിധ ചെടികളുടെ ഒരു പ്രജനനമുണ്ടല്ലോ, അതായത് അടുത്ത തലമുറയ്ക്കായി അത് വികസിപ്പിച്ചെടുക്കുന്ന ഒരു ടെക്നിക്കുണ്ട്. അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു തന്ത്രം എന്താണ്? അത് ഓരോ ചെടികൾക്കും ഓരോ രീതിയിലാണ്. ഡെൻഡ്രോബിയം പ്രോപ്പഗേറ്റ് ചെയ്യാനായിട്ട് അത് കട്ട് ചെയ്ത് നനഞ്ഞ ചാക്കിലിട്ട് ചെടികളാക്കി എടുക്കുന്ന രീതിയുണ്ട്. ഓരോ ചെടികൾക്കും ഓരോ രീതിയിലാണ്. വളർന്ന് മുകളിലേക്ക് പോകുന്ന മക്കാറ പോലുള്ള ചെടികളിൽ 2 വേര് വെച്ച് കട്ട് ചെയ്ത് മാറ്റിയെടുത്താൽ അത് ഒരു പുതിയ ചെടിയാക്കി മാറ്റി നട്ടെടുക്കാം. അങ്ങനെ എല്ലാ ചെടികൾക്കും ഓരോ രീതിയാണ്. മലയാളി ഞാൻ സമ്പൂർണ്ണ മലയാളി. 10 ദിവസം ഗംഭീരമായി ഓണം ആഘോഷിക്കുന്നു. ഫുട്ബോൾ മത്സരത്തിൽ തൊണ്ടപൊട്ടുമാറ് വിളിച്ചു കൂവുന്നവരാണ്. ടിവിയിൽ മാത്രമാണ് ഞങ്ങൾ കാണുന്നത്. ഏറ്റവും കൂടുതൽ മലയാളം വിനോദങ്ങൾ, 24 മണിക്കൂർ കസ്റ്റമർ കെയർ, 1 വർഷത്തേക്ക് സർവീസ് വാറന്റി. ഹരിതം സുന്ദരം പവർഡ് ബൈ കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്, സിനിക്കോൺ പമ്പ്സ്. co-sponsored by കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാർബിൾ, ഗ്രാനൈറ്റ് ആൻഡ് വിട്രിഫൈഡ് ടൈൽ ഷോറൂം, ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. അധികം പാല്, അധികം ലാഭം, കന്നുകാലികൾക്ക് ആരോഗ്യം. ഈർപ്പം നഷ്ടപ്പെടാതെ ചർമ്മത്തെ കാത്തുരക്ഷിക്കുന്നു. മെഡിമിക്സ് ക്ലിയർ ഗ്ലിസറിൻ ഇപ്പോൾ ഫേസ് വാഷിലും. തലമുറകളുടെ അനുഗ്രഹവുമായി ഭീമ ജുവലറി ഇപ്പോൾ പത്തനംതിട്ടയിലും. ഇനി നല്ലതേ വരൂ. മറ്റൊരു പുഷ്പത്തിലേക്ക് നമ്മൾ വരികയാണ്. പിസ്റ്റാഷെ എന്ന ലോകപ്രശസ്തമായ ഒരു ഇനമാണ്. ഒരുപക്ഷെ ഇതിന്റെ പൂപ്പാളി, ഇതിന്റെ തിരി ഒക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, വളരെ നേർത്ത ഒരു ഹരിതകം ഇതിലൂടെ കടന്നുപോകും. ഒരുപക്ഷെ ഒരു ചെടിയിൽ നിന്നാൽ, ആന്തൂര്യത്തിന്റെ ചെടിയിൽ നിന്നാൽ ഈ ഹരിത പുഷ്പത്തെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. എങ്കിൽ പോലും നേരത്തെ ഒരു ശോണിമയിലൂടെ ഇത് പുഷ്പമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് അറേബ്യൻ നാടുകളിൽ, പ്രത്യേകിച്ചും വിദേശികൾക്കും മറ്റും വളരെ ഹരമായ ഒരു പുഷ്പമാണ് പിസ്റ്റാഷെ എന്ന ഈ പ്രശസ്തമായ ഇനം. മറ്റൊരു പുഷ്പത്തെ എടുത്താൽ കാണാൻ കഴിയുന്നത് നിരവധി പ്രത്യേകതകളാണ്. അഗ്നിഹോത്രി എന്നാണ് ഈ പുഷ്പത്തിന്റെ പേര്. ഒരുപക്ഷെ നാരായണത്ത് ഭ്രാന്തൻ കഥകളിലുമൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ഒരു കഥാപാത്രത്തിന്റെ പേര് തന്നെയാണ് അഗ്നിഹോത്രി. ഈ അഗ്നിഹോത്രി പുഷ്പത്തിന്റെ ഒരു പ്രത്യേകത വളരെ, അതായത് നേർത്ത ശോണിമയിലൂടെ ഹരിതകം കയറിപ്പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇലയുടെ ഞരമ്പുകളിലൂടെ, ഇലയുടെ അഗ്രങ്ങളിലൂടെ ഒക്കെ തന്നെ ഈ ഹരിതകം കയറിപ്പോകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം ഇതിന്റെ തിരിയുടെ അഗ്രത്ത് ഉണ്ടാകുന്ന ഒരു പീതനിറം ഈ പുഷ്പത്തെ കൂടുതൽ മനോഹരിയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സൗന്ദര്യം അല്പം കൂടുതലുണ്ട്. കൂടുതൽ ആവശ്യക്കാർ ഇതിനെ തേടി വരുന്നുണ്ട് എന്നുള്ളത് രഹസ്യമല്ല. ആന്തൂര്യത്തിലെ പ്രശസ്തമായ ഒരിനത്തെ കൂടി പരിചയപ്പെടാം. അരുൺ ഗോൾഡ് എന്നാണ് ഈ ഇനത്തിന്റെ പേര്. നമുക്കറിയാം, പൊതുവെ ആന്തൂര്യം തോട്ടത്തിലേക്ക് കണ്ണയച്ചാൽ ആദ്യം കാണുന്നത് അരുൺ ഗോൾഡിന്റെ കാഴ്ചകളാണ്. കാരണം നല്ല ചോര ചുവപ്പൻ പൂപ്പാളിയാണ് അരുൺ ഗോൾഡിനുള്ളത്. അതിന്റെ തിരിയാവട്ടെ നല്ല കടുത്ത മഞ്ഞ നിറത്തിലുണ്ടാവും. ഈ തിരി ഒരിക്കലും പൂപ്പാളിയെ അധികരിച്ച് നീങ്ങുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. കാണാൻ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള ഈ പുഷ്പം, ഹൃദയത്തിന്റെ നിറമുള്ള ഈ പുഷ്പം ആരുടെയും ഹൃദയം കവരും എന്നുള്ളതിൽ മറ്റ് സംശയങ്ങളില്ല. പലപ്പോഴും ആന്തൂര്യത്തിലെ പരാഗണത്തിന് ഉപയോഗിക്കുന്ന ഒരു പുഷ്പം കൂടിയാണ് അരുൺ ഗോൾഡ്. ഇതിലെ പരാഗണം വളരെ കൗതുകകരവും അതോടൊപ്പം തന്നെ വളരെ സൂക്ഷ്മതയോടെയും ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. നമുക്കറിയാവുന്ന ഈ തിരിയിൽ നിന്നും പ്രത്യേകിച്ചും അതിപ്രഭാതങ്ങളിൽ മഞ്ഞുകാലത്ത് ഇതിന്റെ ദളപുടത്തിലേക്ക്, പൂപ്പാളിയിലേക്ക് വീഴുന്ന ചെറിയ പരാഗരേണുക്കളെ നേർത്ത ബ്രഷ് കൊണ്ട് കോരിയെടുത്തതിനു ശേഷം അവയെ മറ്റു ചെടികളിലെ തിരികളിലേക്ക് സൂക്ഷ്മമായി സന്നിവേശിപ്പിച്ചിട്ടാണ് ആന്തൂര്യത്തിന്റെ തിരിയിൽ നിന്നും
വിത്തുകൾ ഉണ്ടാകുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന വിത്തുകൾ വളരെ സൂക്ഷ്മമായി ശേഖരിച്ചതിന് ശേഷം അവ മണ്ണിൽ നട്ട് കുരുപ്പിച്ചെടുക്കാം. ഒരുപക്ഷെ അരുണിൽ നിന്നും മറ്റ് വ്യത്യസ്ത ഇനങ്ങളിൽ നിന്നും ചില സങ്കര പുഷ്പങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അത്തരത്തിലുള്ള മറ്റൊരു പുഷ്പമാണ്. ഇതൊരു ജനിതകം നിലനിർത്തി സുസ്ഥിരമായി 2-3 തലമുറകൾ കഴിയുമ്പോഴേക്കും ഈ പുഷ്പത്തിനും ഒരു പേരുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുവരെ ഇത് സങ്കര പുഷ്പം എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപക്ഷെ മറ്റു പല പൂക്കളുടെയും മറ്റു പല ചെടികളുടെയും ഗുണങ്ങൾ ഇതിലേക്ക് ഉണ്ടായെന്ന് വരാം. അത്തരത്തിലുള്ള നിരവധി പേരറിയാത്ത പുഷ്പങ്ങളെ, ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല പുഷ്പങ്ങളെ വികസിച്ചെടുക്കുന്ന ഒരു കൗതുകം കൂടി ആന്തൂര്യത്തിന്റെ പ്രജനനത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് രസകരമായ ഒരു സംഗതിയാണ്. തലമുറകളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് പൂക്കൾ. ഇന്നത്തെ പൂക്കൾ നാളത്തെ തലമുറയ്ക്ക് കൂടി ഹൃദ്യമാക്കുക എന്നത് സുഹൃതം തന്നെയാണ്. ആ സുഹൃതത്തിൽ പങ്കാളികളായ രവീന്ദ്രൻ ഉഷ ദമ്പതികൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരാം. ഹരിതം സുന്ദരം പവേർഡ് ബൈ കുറഞ്ഞ വൈദ്യുതി, പവർഫുൾ പമ്പിംഗ്.